തീർച്ചയായിട്ടും നമുക്കത് സാധിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് പറയാം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ തന്നെ 10ാം ക്ലാസ്സിൽ 6A+ഉം 5A+ഉം ഉള്ള ആളുകളൊക്കെ തന്നെ നല്ല നിലയിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്ലിയർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് യു റിക്വയർ ഡെയിലി മെന്ററിങ്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളോടും പാരൻസിനോടും വേണ്ടിയിട്ടുള്ള കുറച്ച് തുറന്നു പറച്ചിലുകളാണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾ നടത്തുകയും 12th കഴിഞ്ഞ് വന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നീറ്റ് കോച്ചിങ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നീറ്റ് കോച്ച് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ കേട്ടാൽ മതി. നമ്മളുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയോ? 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ ചുരുങ്ങിയ ചാപ്റ്റേഴ്സാണ്. ഒരു ഉദാഹരണമായിട്ട് മാത്രം നമുക്ക് ഫിസിക്സിൻ്റെ സബ്ജക്റ്റിനെ എടുത്ത് നോക്കാം. ഫിസിക്സിൽ 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് 7 ചാപ്റ്ററുകളാണ്. ഓരോ ചാപ്റ്ററിലും 1, 2, 3 ഇക്വേഷൻസ്, അത് ബേസ് ചെയ്തിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ മാത്രം പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രൂപത്തിലേക്കാണ് നമ്മളുടെ മക്കൾ 10ാം ക്ലാസ്സിൽ കഴിയുന്നത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങുന്നത്. മിടുക്കന്മാരും മിടുക്കികളുമാണ്. ഇവർ ഇതേ മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് 11th വരുന്ന സമയത്ത് 11th മാത്രം അവരെ കാത്തിരിക്കുന്നത് 14 ചാപ്റ്ററുകളാണ് ഫിസിക്സിൽ. അപ്പോൾ തന്നെ ഇരട്ടിയായി. പക്ഷേ നമുക്ക് 12th കഴിഞ്ഞതിന് ശേഷം നീറ്റോ JEO പോലെയുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഈ 14 മതിയാവില്ല. +2 14 കൂടി 28 ചാപ്റ്റർ ഉണ്ട്. ഇനി ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓരോ ചാപ്റ്ററുകളിലും ഒരു 5, 6, 7 പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളും എല്ലാത്തിലും മാത്തമാറ്റിക്കൽ പ്രൂഫുകളും കൂടി കടന്നു വരും. 10ാം ക്ലാസ് പഠിച്ചിരുന്ന കുട്ടികളോടാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും കാലം ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സ് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. പക്ഷേ 11th 12th എത്തുമ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിൻ്റെ ഭാഷയിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യുകയും പ്രോബ്ലം സോൾവ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടാവുക ശരിക്കും. അപ്പോൾ ഇങ്ങനെ ന്യൂമറിക്കലായിട്ടുള്ള പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാവില്ല നിങ്ങളുടെ ചലഞ്ച്. നിങ്ങൾ ഇതുവരെ പഠിച്ച കണ്ടന്റിൻ്റെ ഏകദേശം ഒരു 10-12 ഇരട്ടി കണ്ടന്റ് പഠിക്കാമെന്ന് കൂടിയാണ്. അപ്പോൾ ഈ കണ്ടന്റുകളെല്ലാം കൂടി 10ാം ക്ലാസ് ചെയ്ത പോലെയൊക്കെ നമുക്ക് മുഴുവൻ പുസ്തകം വായിച്ച് ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത് മൊത്തം നമ്മുടെ തലയുടെ ഉള്ളിലേക്ക് എത്തിച്ചെടുക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും നമുക്കത് സാധിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് പറയാം. 10th കഴിയുന്ന കുട്ടികൾ സാധാരണഗതിയിൽ, അല്ലെങ്കിൽ 10th കഴിയുന്ന പേരൻസ് സാധാരണഗതിയിൽ വിചാരിക്കുന്നത് ഇതുവരെയൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചില്ല, അപ്പോൾ ഇനി അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോകാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പഠിച്ചു പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. വൈ? ബിക്കോസ് യു ഹാവ് ടു ചേഞ്ച് യുവർ ഹാബിറ്റ്സ്. കൃത്യമായിട്ട് നിങ്ങളുടെ പഠന രീതികൾ നിങ്ങൾ മാറ്റണം. നിങ്ങൾ പഠിക്കുന്നത് ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കണം, റെഗുലർ ആക്കണം, ആൻഡ് അത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രൂപത്തിലേക്കും കൊണ്ടുപോകണം. നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളുണ്ട്. പല സ്കൂളുകളും പല കാര്യങ്ങളാണ് ഓഫർ ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ വളരെ ഇൻ്റർനാഷണൽ ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ പറയുന്നത്, ഇഫ് യു ആർ ആൻ അക്കാഡമിക് പേഴ്സൺ, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സക്സസ് ഇൻ ദ കോമ്പറ്റേറ്റീവ് എക്സാംസ്, പ്യൂർലി അക്കാഡമിക്സ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു അഡ്വൈസായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ അക്കാഡമിക്സിനുള്ളിൽ എന്താ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ ജോയിൻ ചെയ്ത് 1ാമത്തെ ചാപ്റ്റർ ഫിസിക്സിൽ ആദ്യം യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് പറയുന്ന 1ാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് മുതൽ, കെമിസ്ട്രിയിൽ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്നത് മുതൽ ആ ചാപ്റ്റർ ഓൺവേർഡ്സ് തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഓരോ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ നിന്നും ചുരുങ്ങിയത് ഒരു 250, 300, 400, 500 അങ്ങനെ ആ ഒരു അളവിലോ അതിന് മുകളിലേക്കോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്ന, അത് മോണിറ്റർ ചെയ്യുന്ന, അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകേണ്ടി വരിക. ആൻഡ് യു റിക്വയർ ഡെയിലി മെൻറ്ററിങ്. നമ്മൾ ചിലപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ യൂട്യൂബ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള സപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടായിരിക്കാം പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിനിന് തന്നെ വർക്ക് കൊടുക്കണം. നമ്മളെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്ന വർക്കും ആ വർക്ക് അനുസരിച്ചിട്ട് ബ്രെയിനിനുണ്ടാവുന്ന, ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ജിമ്മിൽ പോകുന്ന കാര്യം തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, മസിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡംബലൊക്കെ എടുത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് മാത്രമേ നമ്മുടെ മസിൽസ് എന്ത് ചെയ്യുള്ളൂ, ഗ്രോ ചെയ്ത് വരുള്ളൂ. സെയിം പ്രോസസ്സ് തന്നെ ഒരു 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365 × 2 700+ ദിവസങ്ങൾ ഒരു സ്കൂളിലിരുന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാട്ട് എവർ ദ നമ്പർ ഓഫ് A+, ഇറ്റ് ഈസ് നോട്ട് നെസസറി. ചിലപ്പോൾ 10ാം ക്ലാസ് റിസൾട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നുണ്ടാവുക 10 A+ ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നുണ്ടാവുക. അപ്പോൾ 10 A+ ഉള്ള ആൾക്കാരൊക്കെ വലിയൊരു പദവിയിലേക്ക് പോവുകയും തൊട്ട് താഴെ A+ ഉള്ള ആൾക്കാരൊന്നും അത്രയ്ക്ക് എത്തില്ല എന്നുള്ള രൂപത്തിലേക്കൊക്കെ പോവുകയും ചെയ്യാൻ തെറ്റാണ്. നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ തന്നെ 10ാം ക്ലാസ്സിൽ 6A+ഉം 5A+ ഉള്ള ആളുകളൊക്കെ തന്നെ നല്ല നിലയിൽ കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഹാബിറ്റ് ചേഞ്ച്. ഇതുപോലെ തന്നെ പറഞ്ഞു തന്നോട്ടെ, 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിട്ട് വന്നിട്ട് ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ക്രാക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആളുകളും ഉണ്ട്. സോ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് എന്താണെന്ന് വെച്ചാൽ അക്കാഡമിക്സ് മാത്രം ഫോക്കസ് ചെയ്യുന്നു, വേറെ യാതൊരു തരത്തിലുള്ള ഫോക്കസും ഇല്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര മെൻ്റൽ ടോർച്ചറായിരിക്കും, ഭയങ്കര ടോക്സിക് എൻവയോൺമെൻ്റ് ആയിരിക്കും. അത്തരത്തിലല്ല. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്നതിനോടൊപ്പം തന്നെ
എല്ലാ ദിവസവും ഈവനിങ്ങിൽ അല്പസമയം റിലാക്സ് ചെയ്യാനും കുറച്ച് സമയം ഗ്രൗണ്ടിൽ ഇറങ്ങി ഫുട്ബോൾ കളിക്കാനും പിന്നെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനും കാര്യങ്ങളൊക്കെ സയൻസായിട്ട് മനസ്സിലാക്കി പഠിക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ളൊരു എൻവയോൺമെൻറ്റും ഒക്കെ നമുക്ക് ക്യൂറേറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. സോ രസകരമാവേണ്ട +1 +2 സമയം രസകരമാവുന്നതിനോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിനോടൊപ്പം നമ്മളിൽ വരേണ്ട പേഴ്സണാലിറ്റി ചേഞ്ചസ് പ്രായത്തിൻ്റെതായിട്ടും അതുപോലെ തന്നെ പഠന രീതിയിലും നമ്മളുടേതായിട്ട് വരുന്ന പേഴ്സണാലിറ്റി ചേഞ്ചസ് കൾട്ടിവേറ്റ് ചെയ്തൊക്കെ നിങ്ങളെ നല്ലൊരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള കാരണം നല്ലൊരു മത്സര ബുദ്ധിയുള്ള ഒരാളാക്കി മാറ്റി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് നീറ്റോ ജെഇയോ കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ കോളേജിലേക്കോ IIT-കളിലേക്കോ എത്തിക്കാവുന്ന തരത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ഈ ഒരു അക്കാഡമിക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. എങ്ങനെയായിരിക്കും ഒരു ആഴ്ചയിലെ ക്ലാസ് കടന്നു പോകുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. നമുക്ക് റെസിഡൻഷ്യൽ സ്കൂളുകളായതുകൊണ്ട് തന്നെ മാസത്തിൽ 3-4 ദിവസം തുടർച്ചയായിട്ടായിരിക്കും നമുക്ക് ലീവുകൾ വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ 3-4 ദിവസം കംപ്ലീറ്റ്ലി റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളുടെ സ്കൂളിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി പറ്റും. ബാക്കി എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് വർക്കിംഗ് ഡേ ആയിരിക്കും. ചില ദിവസങ്ങൾ കുറേയധികം ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവും, ചില ദിവസങ്ങളിൽ സ്റ്റഡി അവേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ചകൾ നോക്കുകയാണെങ്കിൽ ഞായറാഴ്ചകൾ സ്റ്റഡി അവേഴ്സ് എന്നുള്ള രൂപത്തിലായിരിക്കും, സെൽഫ് സ്റ്റഡി നമുക്ക് ഇരുന്ന് പഠിക്കുന്ന രൂപത്തിലേക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സ്റ്റഡി അവേഴ്സിൽ നമ്മുടെ ക്ലാസ് റൂമുകളിൽ അധ്യാപകരുണ്ടാവും. അധ്യാപകർ വന്ന് നമ്മൾ പഠിക്കുന്നുണ്ടോ, പഠിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് ടീച്ചേഴ്സും ആളുകളൊക്കെ ഉണ്ടാവും. എവ്രി മൺഡേ മോർണിംഗ് നമുക്ക് വീക്ക്ലി എക്സാം നടക്കുന്നുണ്ടാവും. വീക്ക്ലി എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഓറിയൻറ്റ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ആ വീക്ക്ലി എക്സാമിന് ഉദ്ദേശിച്ചിട്ടാണ്. തലേ ആഴ്ചയിൽ പഠിപ്പിച്ച ചാപ്റ്റേഴ്സിൻ്റെ MCQ എക്സാം നീറ്റ് പാറ്റേണിൽ JEE പാറ്റേണിലുള്ള MCQ എക്സാം ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മൺഡേ നമ്മൾ എക്സാം എഴുതുന്നുണ്ടാവും. മൺഡേ അടക്കം ബാക്കി എല്ലാ ദിവസങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ടാവും, ക്ലാസ്സുകൾ നടക്കുന്നുണ്ടാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിലായിരിക്കും ക്ലാസ്സുകൾ നടക്കുക. അതിനുശേഷം വീണ്ടും സ്റ്റഡി അവർ തന്നെയായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. സോ ഓരോ ദിവസവും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചൊവ്വാഴ്ചയാണ്, ബുധനാഴ്ചയാണ്, വ്യാഴാഴ്ചയാണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് തൊട്ടടുത്ത മൺഡേയിൽ വരുന്ന എക്സാമിന് വേണ്ടിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ തിയറിയുടെ പ്രാക്ടീസോ, തിയറി നടക്കുകയാണെങ്കിൽ തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നമുക്ക് വരുന്നുണ്ടാവും മാത്സ് ആണ്. ഇഫ് യു ആർ എ JEE ബാച്ച് സ്റ്റുഡൻറ്റ് ഓർ എ നീറ്റ് ബാച്ച് സ്റ്റുഡൻറ്റ്, മാത്സിൻ്റെ വീക്ക്ലി എക്സാമുകൾ എല്ലാ ഫ്രൈഡേയും നടക്കുന്നുണ്ടാവും കൃത്യമായിട്ട്. തിയറി എക്സാം ആയിരിക്കും, നമുക്ക് തിയറി എഴുതി പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ മന്ത്ലി നടക്കുന്ന ഗ്രാൻഡ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, മന്ത്ലി നടക്കുന്ന തിയറി എക്സാമുകൾ ഉണ്ടാവും. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈ എല്ലാ എക്സാമും വളരെ വലിയ എക്സാമുകൾ എന്നുള്ള രൂപത്തിലല്ല, ഓരോ എക്സാമിന് വേണ്ടിയിട്ടും ചിട്ടയായിട്ട് ഇങ്ങനെ പരിശ്രമിച്ച് പോകുക എന്നുള്ളതാണ്. ഇറ്റ്സ് ലൈക്ക് ഈ 11th 12th സിലബസ് ഒറ്റയടിക്ക് പഠിക്കുക എന്നുള്ളതല്ല, ഓരോ സാധനങ്ങളും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഡോപ്പയോടൊപ്പം നിങ്ങൾ ചിലവഴിക്കുന്ന കുറച്ച് സമയം, മേ ബി 2 വർഷം സമയം കൊണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ നോളജ് ലെവലും വേറൊരു സ്റ്റെപ്പിലേക്ക് മാറ്റിയെടുക്കണം. അക്കാഡമിക്കലി നല്ല ബെറ്റർ ആവണം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശമുള്ള കാര്യം. സപ്പോസ് ഇഫ് യു ആർ എ പേരൻറ്റ് ഓർ എ സ്റ്റുഡൻറ്റ് ഹൂ വിഷസ് ടു ജോയിൻ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ, തീർച്ചയായിട്ടും നിങ്ങൾ അക്കാഡമിക്സ് പരിഗണിച്ചിട്ട് മാത്രം ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അങ്ങനെ അക്കാഡമിക്കലി ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ 100% ഗ്യാരണ്ടിയാണ്, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം. സോ നിങ്ങൾ അത്തരത്തിലുള്ളൊരു പേരൻ്റ് ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. നമുക്കൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്, അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ കൂടെ പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ കൂടെ പഠിക്കുന്ന എല്ലാവരും ഒരേപോലെ ഇൻറ്റൻറ്റഡ് ആണ്, എല്ലാവരും പഠിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം എൻഷുർ ചെയ്തതിന് ശേഷം കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അഡ്മിഷൻസ് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഒരു സെലക്ഷൻ എക്സാമിന് വേണ്ടിയിട്ട് സ്ക്രീനിങ് എക്സാമാണ്, അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്കൂളിൽ ചേർന്ന് നിന്നിട്ട് ഒരുമിച്ച് പഠിക്കാം ആൻഡ് ഒരുമിച്ച് മുന്നേറി വരാൻ വേണ്ടി പറ്റും. ഡെഫിനറ്റ്ലി 11th 12th എന്നുള്ള 2 വർഷം നിങ്ങളുടെ ജീവിതത്തിലുള്ള മറക്കാനാവാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അക്കാഡമിക്കലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഇയറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വി വിൽ സീ യു ഫ്രം ദ സ്കൂൾ. ബൈ.